ഹായ്, എൻ്റെ ക്ലിനിക്കൽ ലൈഫിൽ നടുവേദനയും കഴുത്തുവേദനയും പോലെ തന്നെ ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ആർത്രൈറ്റിസ് കണ്ടീഷനാണ് നീ ജോയിൻറ്റ് പെയിൻ. ടിബിയ, ഫീമർ, പെറ്റല്ല ഇങ്ങനെ 3 ബോൺസുകൾ കൂടിയിട്ടാണ് നീ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. ഇത് കോമ്പാക്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിനോട് അഡ്ജസ്റ്റൻ്റായിട്ട് ലിഗമെൻസും ടെൻഡൻസും മസിൽസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതൽ. പണ്ട് കാലങ്ങളിൽ വയസ്സായ ആൾക്കാർ, ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് നമ്മൾ ഇത്തരം കണ്ടീഷനുകൾ കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇന്ന് അത് യങ്സ്റ്റേഴ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാന കാരണം ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ച് തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് ആയിട്ടുള്ള നീ ജോയിൻറ്റ് ഡിസ്റ്റർബ്ഡ് ആവുകയും അത് ആർത്രൈറ്റിസ് കണ്ടീഷനിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ട്രോമ, എക്സസീവ് യൂസേജ്, പ്രോപ്പർലി വാമപ്പ് ചെയ്യാതെ എക്സസൈസ് അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റിലേക്കൊന്നും കിടക്കുമ്പോൾ നമ്മളുടെ ഈ ജോയിൻറ്റ് സ്ട്രെയിൻ ആവുകയും അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോഗ്രസ് ചെയ്തിട്ടാണ് ആർത്രൈറ്റിസ് കണ്ടീഷൻ, ഡീജനറേറ്റീവ് കണ്ടീഷനിലേക്കൊക്കെ ഈ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിക്കുന്നത്. ഇങ്ങനൊരു കണ്ടീഷൻ, അതായത് മെനിസ്കൽ ടയർ അല്ലെങ്കിൽ ലിഗമെന്റ് ടയർ, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ ഡയഗ്നോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളിലുള്ളൊരു തെറ്റായ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി മാത്രമാണ് ഇതിനൊരു പ്രതിവിധി എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ആയുർവേദത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വാദപൂർണ ധൃതിസ്പർശ ശോധ സന്ധിഗതയനിലെ പ്രസരണാകുനയോ പ്രവർത്തിച്ച സവേദന. തൊടുമ്പോൾ വേദന ഉണ്ടാവുക, നീർക്കെട്ട്, ജോയിൻറ്റുകളിൽ നീർക്കെട്ട് ഉണ്ടാവുക, മടക്കുമ്പോഴും നിവർത്തുമ്പോഴും വേദന ഉണ്ടാവുക, ഇതൊക്കെയാണ് സന്ധിഗതവാദം എന്ന ഒരു രോഗത്തിൻ്റെ ലക്ഷണമായി ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പേര് പ്രതിപാദിക്കുന്നത് പോലെ തന്നെ ഇതൊരു വാതജ രോഗമായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സ, സ്നേഹനം, സ്വേദനം, ഈ ഒരു പ്രോട്ടോക്കോളാണ് നമ്മളിതിൽ പാലിക്കേണ്ടത്. സ്നേഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയിലിയേജ്, അതായത് അഭ്യംഗം ചെയ്യുക. അഭ്യംഗം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ഈ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻസ്, സ്റ്റിഫ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടത്തേക്ക് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അഭ്യംഗം ചെയ്യുന്നതോടുകൂടെ അവിടത്തേക്കുള്ള പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻസ് കൂടുകയും സ്റ്റിഫായി കിടക്കുന്ന ക്വാഡ്രാസെപ്സ് മസിൽസൊക്കെ റിലാക്സ് ആകുകയും അത് പ്രോപ്പർ സപ്പോർട്ട് നീ ജോയിൻറ്റിൽ കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ സ്വേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴിവെക്കുക അല്ലെങ്കിൽ ജാനുവസ്തി ഇത്യാദി ചികിത്സകളെയാണ്, പിഴിച്ചിൽ, ഇത്യാദി ചികിത്സകളെയാണ് സ്വേദനം എന്ന് പറയുന്നത്. ഇത് അവിടെയുള്ള ജോയിൻറ്റിൽ അധികരിച്ച് നിൽക്കുന്ന വാദത്തെ കുറയ്ക്കുകയും ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനിൽ രൂക്ഷത്വം കൂടി നിൽക്കുന്ന ജോയിൻറ്റിലേക്ക് കൂടുതലായിട്ട് എണ്ണമയം എത്തിക്കുകയും നമ്മളുടെ ജോയിൻറ്റിൽ ജോയിൻറ്റിൻ്റെ പ്രവർത്തിയെ സുഗമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കണ്ടീഷനുകളിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സർജറി എന്നൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുകയും ആ ഒരു ചികിത്സയെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ സർജറി എന്നുള്ള ഒരു ഓപ്ഷനെ മാറ്റി നിർത്താൻ സാധിക്കും. ആയുർസിദ്ധി ആയുർവേദ മെഡിക്കൽ സെന്റർ, അലൈൻ സെന്റർ, ബർദുബായ്.